ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SLC യുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാം കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഒക്കേഷനിൽ ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ SCRT തന്നെ റിലീസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ കറന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. ഇതാണ്. ഇതിൽ ക്ലാസ് 10 നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ക്ലാസ് 10 ഹിന്ദിയുടെ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സ് എൻ്റെ വെബ്സൈറ്റിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇപ്പോൾ എനിവേസ് എക്സാം വൈബ്സിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ മിക്കവാറും നമുക്ക് എക്സാം വരുന്നത് ഇപ്പോൾ SLC എക്സാം വരെയാണെങ്കിലും ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദില്ലി മേ ഉനിന്ദെ സംസ്മരൺ കാ യേ അംശ് പഠിക്കർ പ്രശ്ന ഏക് ഓർ ദോ കെ ഉത്തർ ലിഖിയം. അതായത് ദില്ലി മേ ഉനിന്ദെ എന്ന് പറയുന്ന സംസ്മരണം ഉണ്ട്, അതിലൊരു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ്. आपका मतलब आप इस 3 फीट लंबी पिछली सीट पर सोते हैं, खाम और आपकी चीजें उन पर आप बैठी है. वो बताता है कि जिस सीट पर मैं बैठी हूँ उसके नीचे उसका बक्सा है जिसमें एक कंबल है, एक जोड़ी कपड़े है और एक कटोरा है. कटोरा पानी पीने के काम भी आता है और खाना रखने के भी. अब खाना कहाँ खाते हैं? किसी भी ढाबे में. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേഖികയും അതുപോലെ തന്നെ ഓട്ടോക്കാരനായിട്ടുള്ള രാജാറാമും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നമ്മുടെ ലേഖിക ഓട്ടോയിൽ കയറിയതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. താങ്കൾ ഇവിടെയാണ്, ഈ സീറ്റിലാണോ ഉറങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു കോൺവെർസേഷൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ ബോക്സിനകത്ത് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓട്ടോവാല രാജാറാം കഹാൻ സോത്താ ഹെ. ഓട്ടോക്കാരനായിട്ടുള്ള രാജാറാം എവിടെയാണ് ഉറങ്ങുന്നത്? ഡാബേമേ ഓട്ടോമേ നേ ഘർമേ ആസ്പതാൽമേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ഓട്ടോയിലാണ് രാജാറാം ഉറങ്ങുന്നത്. രണ്ടാമത്താണ് ഇസ് പ്രസംഗ ആധാർ पर ഓട്ടോവാല और ലേഹിയ के बीच की बातचीत लिखे. അതായത് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് കുറെ പോയിന്റ്സുകൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഓട്ടോവാലയും ലേഹിയയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. വളരെ സിമ്പിൾ ആണ്. എന്താണ് ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത്, അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, അതിനകത്ത് കോൺവെർസേഷൻ ആയിട്ട് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആപ്കാ മത്ലബ് ആപ് ഇസ് 3 ഫീറ്റ് ലംബി പിച്ച്ലി സീറ്റ് पर सोते हैं എന്ന് നമ്മൾ ലേഹി ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം പറയാണ് ഹാ. അപ്പൊ ലേഖിക ചോദിക്കണം ഓർ ആപ്കി ചീസേം. രാജാറാം പറയാണ് ഉൻ പർ ആപ് ബൈഠിക. അപ്പൊ തീർച്ചയായിട്ടും അതൊരു കോൺവെർസേഷൻ രീതിയിൽ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ആര് ഏത് ഡയലോഗ് പറയുന്നു എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷൻ എഴുതാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഡീപ്പായിട്ട് ആൻസറിലേക്ക് പോകുന്നില്ല. ഈ മോഡലിൽ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഈ പാഠം എന്താണ് ക്രിസ്മസ് എക്സാമിൽ വരുന്നതാണ്. ഇനി അടുത്താണ് ഖിഡ്കി ലഘുകഥ കൈ അംശ് പഠിക്കർ പ്രശ്ന 3 और 4 के उत्तर लिखे. അപ്പോൾ ഖിഡ്കി എന്ന് പറയുന്ന ലഘുകഥയുടെ ഒരു ഭാഗം വായിച്ചിട്ട് 3-4 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ്. दीदी जम्मू की शाल ले लो बहुत बढ़िया है, रंग बिरंगी शालों का भारी गटर उठाए एक सावली सलोनी कजरारी आंखों वाली युवती പത്നി को ഇസ്രാർ करने लगी. അതായത് എന്താണ്, ആ ഷോൾ വിൽക്കാനായിട്ട് വന്ന പെൺകുട്ടി പറയുകയാണ് ദിദി ജമ്മുവിലെ ഷാളാണ്, വാങ്ങൂ എന്ന് പറഞ്ഞ് എന്താണ് വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ആ ഒരു അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, യുവതിനെ പത്നിക്ക് ക്യോം ഇസ്രാർ കിയ. റിക്വസ്റ്റ് ചെയ്യുക എന്നാണ്. എന്തിനാണ് റിക്വസ്റ്റ് ചെയ്തത്? കാരണം എന്തിനാണ്, ആ ഷോള് വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ്, അത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയാണ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്താണ് നാലാമത്താണ് ലിഖ്കഥാക്കെ ഈ സംശയ ആധാര पर പട്കഥാക്ക ഏക്ക് ദൃശ്യലിക്ക്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഉറപ്പായിട്ടും ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കും. അത് SLC എക്സാമിനാണെങ്കിലും കൺഫേം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലഘുകഥാക്ക ഈ സംശയ ആധാര पर പട്കഥാക്ക ഏക്ക് ദൃശ്യലിക്ക്. അതായത് ഈ തന്നിട്ടുള്ള ഭാഗം വെച്ചുകൊണ്ട് പട്കഥ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു സീൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സിമ്പിൾ ആണ്. ദൃശ്യം കൊടുക്കുക, പിന്നെ എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു റെയിൽഗാഡിയിലെ ഉള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, പിന്നെ ആരൊക്കെ അവിടെ ഉള്ളതെന്ന് കൊടുക്കുക, ഏകദേശം അവർ ചെറുതായിട്ട് ഡ്രസ്സൊക്കെ എന്താണ് ധരിക്കുന്ന ഒരു സൂചന കൊടുക്കുക, ഏജിനെ കുറിച്ചൊരു സൂചന കൊടുക്കുക, എന്നിട്ട് ഈ കോൺവെർസേഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതുക. ഓക്കെ, 4 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. रेन बसेरे में यात्रावृत्त का ये अंश पढ़कर प्रश्न 5 और 6 के उत्तर लिखे. അതായത് റെയിൻ ബസേരിയമേ എന്ന് പറയുന്ന ഒരു യാത്രാവൃത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഭാഗം തന്നിട്ടുണ്ട്, പടേസ് के युवक से कहा रात को एक पागल आदमी ने पागल ने हमें बहुत परेशान किया,
100-1.5 घंटे तक हमें इधर डराता धमकाता रहा वो हमें पीट भी सकता था. അപ്പൊ അതിനകത്ത് പഡോസ്കെ യുവക് സെ കഹ. അപ്പൊ അതിന്റെ ഏറ്റവും ഒരു അവസാന ഭാഗത്ത് എത്തുമ്പോൾ ഒരു യുവാവ് വരുന്നുണ്ട്. ആ യുവാവിന്റെ അടുത്ത് ലേഖനും ചോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇന്നലെ ഒരു ഭ്രാന്തനായിട്ടുള്ള ആൾ ഞങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, വാക്യ വിസ്താർ കരെ കൺഫേം ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമിനും ഏതെങ്കിലും ഒരു സെന്റൻസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പാഠത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം തന്നെ ആയിരിക്കും. അപ്പോൾ അത് മിക്കവാറും സ്റ്റോറിയിൽ നിന്ന്, സംസ്മരണം, അങ്ങനെയുള്ള പ്രോസ് അല്ലെങ്കിൽ ഗദ്യവിധകളിൽ നിന്നായിരിക്കും അത് വരിക. അപ്പം ആ പാഠത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് എഴുതാനായിട്ട് പറ്റും. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന പാഗലിനെ പരേശാൻ കിയ, രാത് കോ മന്ദിർ മേ ഹമേം, അങ്ങനെ 3 ഹിന്ദി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? രാത് കോ പാഗലിനെ പരേശാൻ കിയ, രാത് കോ മന്ദിർ മേ പാഗലിനെ പരേശാൻ കിയ, ഹമേം രാത് കോ മന്ദിർ മേ പാഗലിനെ പരേശാൻ കിയ. ആ രീതിയിലൊക്കെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിമ്നലിഖിത് വാക്യ രേഖാങ്കിത് സർവന വോ ഓർ ഹം കിസ് കിസ് കി ഓർ സങ്കേത് കർത്താ ഹെ. അതായത് വഹ, ഹം എന്നിവയുള്ള ഈ ഒരു സർവനാം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വോ ഹമേ പീഡ് ബി സക്താ ഥാ. വോ എന്ന് പറയുന്ന ആരാണ് ഇവിടെ? പാഗൽ ആദ്മിയാണ്. ഹം എന്ന് പറയുന്ന ലേഖും ചോട്ടുമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ സ്റ്റോറി അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്താണ് വൈറ്റ് ക്യാപ് കഹാനി കൈ അംശ പടേ ഓർ 7 से 9 तक के प्रश्नों के उत्तर लिखे. അതായത് വൈറ്റ് ക്യാപ്പിൽ ഒരു ഭാഗം തന്നിട്ടുണ്ട്. അബ് ജബ് തും ലോട്ടോगे കേശവ് तो हमारी टीम से खेलना. അപ്പൊ അതായത് ആ ഒരു സ്റ്റോറിയുടെ ഏറ്റവും ക്ലൈമാക്സ് ഭാഗമാണ്. അതായത് എപ്പോഴാണോ നീ തിരിച്ചെത്തുന്നത് അപ്പം ഞങ്ങളുടെ ടീമിൽ നിന്ന് കളിക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു ടീം ക്യാപ്റ്റൻ പറയുന്ന ആ ഒരു ഡയലോഗിലൊക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പഹലി ടീം കെ കപ്താനെ കേശവ് ക്യാ വാദാ കിയ, എന്ത് പ്രോമിസ് ആണ് കൊടുത്തത്? അപ്പിനെ ടീം കെ ഖേൽനേക്ക എന്നുള്ളതാണ് അതിന്റെ റൈറ്റ് ആൻസർ. ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്താണ് കോളനിക്കൽ ലഡ്കോനെ കേശവ്ക്കോ കൈസെ വിദാക്കിയ. കോളനിയിലെ ആൺകുട്ടികൾ കേശവിനെ എങ്ങനെയാണ് അവിടെ നിന്ന് മടക്കി അയച്ചത്? അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആ ക്രിക്കറ്റിന് വേണ്ടി അവർ വാങ്ങിയിട്ടുള്ള ബല്ല, പാഡ്, ബോൾ, ഇതൊക്കെ എന്താണ് ആ ഒരു ഓട്ടോയിൽ കൊടുത്തു വിടുന്നുണ്ട് അവന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവനെ എന്താണ് അവിടെ നിന്ന് മടക്കി അയക്കുന്നത്. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, കേശവിനെ അപ്പിനെ ഹർ പहुंचकर आज के अनुभव को ഡയറി में लिखा, കേശവ് की संभावित ഡയറി लिखी. അതായത് കേശവ് വീട്ടിലെത്തിയതിനു ശേഷം അന്നേ ദിവസത്തെ അനുഭവങ്ങളെ കുറിച്ച് ഒരു ഡയറി എഴുതുവാണ്. അപ്പൊ ആ ഒരു ഡയറി എന്ത് ചെയ്യണം? നമ്മൾ ആലോചിച്ച് എഴുതണം. പോയിന്റുകൾ എന്താണ്? ഈ ഒരു ഇതിൽ നിന്ന് പോയിന്റുകൾ നമുക്ക് ഒത്തിരി ഒന്നും കിട്ടത്തില്ല. പക്ഷെ എന്താണ്, നിങ്ങൾ ആലോചിച്ച് ആ ഒരു സ്റ്റോറി നിങ്ങൾ പഠിച്ചതാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു और क्वेश्चन ഉണ്ട്. കേശവ് के स्वास्थ्य स्थिति के संबंध में पूछते हुए കോളനി കെ ലഡ്കേനെ പത്ര ലിഖ വോ പത്ര കൽപ്പന കർക്കെ ലിഖെ. അതും എന്താണ്, നിങ്ങൾ ആ പാഠം നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് കേശവന്റെ എന്താണ് എല്ലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പൊട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് കേശവ് നാട്ടിലേക്ക് മടങ്ങി, അപ്പൊ അവൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവന്റെ അസുഖമൊക്കെ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അവന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിച്ചുകൊണ്ട് കോളനിയിലെ ഒരു ആൺകുട്ടി ലെറ്റർ എഴുതുവാണ്. ആ ലെറ്റർ എന്ത് ചെയ്യാനാണ്? എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയറി എഴുതാനും ലെറ്റർ എഴുതണമെങ്കിൽ നമുക്ക് പാഠത്തെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഗലീലിയോ ശീർഷക് ലേഖ യംശ പഠ്കർ പ്രശ്ന 10 और 11 के उत्तर लिखिए. അതായത് ഗലീലിയോ എന്ന് പറയുന്ന പാഠം ഒരു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 10, 11 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ്. ഗലീലിയോനെ ആകെ ചൽക്കർ ഠേർ സാരി ദൂസരി ഹോജയെ കി ഇൻമേ പഹലി ദൂർബീൻ ബി ഷാമിൽ ഹെ. അതും എന്താണ്, ആ ഒരു ലേഖിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണത്. ഗലീലിയോ എന്താണ് ചെയ്തത്? ഒത്തിരി കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊന്ന് എന്താണ്? ടെലിസ്കോപ്പ് ആണ് എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് പോർഷനിൽ നിന്നുള്ള 2-3 സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഇൻമേ പെഹലി ദൂർബീൻ ബി ഷാമിൽ ഹെ ഇസ് വാക്യ സെ വിശേഷൻ ശബ്ദ ചുൻകർ ലിഖെ. അതിൽ നിന്ന് വിശേഷൻ ശബ്ദ എഴുതാനാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. അടുത്ത നമൂനയ്ക്ക് ആധാർ പർ ലിഖെ. ഇൻമേ ഈക്വൽ ടു എ പ്ലസ് മേം ആണെങ്കിൽ ഉന്മേ ഈക്വൽ ടു എന്തായിരിക്കും? വേ പ്ലസ്. ഓക്കെ, ബാക്കി എഴുതിക്കൊള്ളുക, വേ പ്ലസ് മേം. ഓക്കെ, അപ്പൊ അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്താണ് ഗലീലിയോനെ കൈസെ നയ വിജ്ഞാൻ ഹി ഹോജി. ഗലീലിയോ എങ്ങനെയാണ് പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്? അപ്പൊ അദ്ദേഹം തന്റെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്? എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിന് ബേസിസിലാണ് അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചതും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ആണ് അവിടെ ശരിക്കും വരേണ്ടത്. ഓക്കെ, സോ
സോ ഗൈസ് നമുക്ക് 11 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ സീ യു. തബ് തक के लिए ओके बाय.